അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ചാലക്കുടി പുഴ സംരക്ഷണ സമിതി. 10 വർഷം മുൻപ് UDF ഗവൺമെന്റ് തന്നെ ഉപേക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് വൈദ്യുതി മന്ത്രി ഇപ്പോൾ നടപ്പാക്കുമെന്ന് പറയുന്നത്. എല്ലാ അനുമതികളും റദ്ദാക്കിയതോടെ 2017 തന്നെ അതിരപ്പള്ളി സമരസമിതി പ്രതിഷേധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതാണ്. UDF നേതാക്കൾ തന്നെ വൈദ്യുത മന്ത്രിയെ തിരുത്തണം, അല്ലാത്തപക്ഷം ജനകീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും സമിതി അധ്യക്ഷൻ SP രവി പറഞ്ഞു. അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് വനാവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും വന്യജീവികൾക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും എല്ലാം വളരെ വിശദമായി തന്നെ അതിൻ്റെ പഠന റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് തന്നെ അക്കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ച് പുനരാലോചിക്കുമെന്ന മട്ടിൽ വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതിൻ്റെ ചരിത്രം അറിയില്ലായിരിക്കും. 10 വർഷം മുമ്പ് UDF ഈ പദ്ധതി വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. അത് UDF നേതാക്കൾ തന്നെ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ അനുമതികളും 2017 കൂടി അവസാനിക്കുകയും അതിനെ തുടർന്ന് ഈ സമരം വിജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് സമരം അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ഈ പദ്ധതിയുമായി മുന്നോട്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കാനായിട്ട് ജനങ്ങൾ വീണ്ടും ഒറ്റക്കെട്ടായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട.